ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിലുണ്ടാകുന്ന പൊട്ടിത്തെറി അതൊരു വലിയ പ്രതിസന്ധിയാണ് മമതയ്ക്ക് മുമ്പിൽ സൃഷ്ടിക്കുന്നത്. നിലവിൽ 80ഓളം MLA-മാരാണ് തൃണമൂലിനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ തന്നെ ഏതാണ്ട് 23-24 MLA-മാർ മാത്രമാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. എന്ന് പറഞ്ഞാൽ ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 50-ലധികം MLA-മാർ മറ്റൊരു ഗ്രൂപ്പായിട്ട് തിരിയാനുള്ള സാധ്യത, അതായത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഒന്നുകിൽ മമതയെ ചാടിച്ച് പുറത്താക്കുക, അതല്ലെങ്കിൽ ഇവരാണ് യഥാർത്ഥ തൃണമൂൽ എന്ന രീതിയിൽ നിയമസഭയിലേക്ക് പോകാം. BJPയും കൃത്യമായ അജണ്ട വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രിയും സ്പീക്കറെയും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ലോട്ടസ് ഒക്കെ നടത്തി പരിചയമുള്ള BJPക്ക് ബംഗാളിലും അതിന് സമാനമായ ഒരു നീക്കം നടത്താൻ അത്ര പ്രയാസകരമൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ അപ്രത്യക്ഷമായി പോകുമോ? ഇത് BJPക്ക് ഒരു ധർമ്മസങ്കടമുണ്ട്. ഇപ്പോൾ ഈ ബംഗാളിലെ MLA-മാർ അവർ വരാൻ തയ്യാറാണ്. വാസ്തവത്തിൽ 60 MLA-മാരുണ്ട്. അതാണ് 59 പേരുടെ പിന്തുണയോട് ഋതബ്രത ബാനർജി, അതും കൂടെ ചേർക്കുമ്പോൾ 60ആയി. ഇപ്പോൾ 80 സീറ്റാണ് അവർക്കുള്ളത്. 80-ൽ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിളർപ്പ്, വേറെ പാർട്ടി, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഭൂരിപക്ഷമാണ്. അപ്പോൾ മമതാ ബാനർജിയുടെ അപ്രമാദിത്വം നശിച്ചു കഴിഞ്ഞു, തകർന്നു കഴിഞ്ഞു. ബട്ട് BJPക്ക് വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ BJPയുടെ നേതാക്കന്മാരും കേഡേഴ്സും നാട്ടുകാരും ഒക്കെ പ്രതീക്ഷിക്കുന്നത് TMC ചെയ്ത അബദ്ധം നിങ്ങൾ ചെയ്യരുത്. CPM-ലെ ഗുണ്ടകൾ അതുപോലെ TMC-യിൽ ചേക്കേറിയിട്ട് അവർ നടത്തിയ നരനായിട്ട് 15 വർഷം ജനം സഹിച്ചിട്ടാണ് അവരെ ഇറക്കി വിട്ടത്. ഇനിയിപ്പോൾ ആ ഗ്രൂപ്പെല്ലാം ചേർന്നിട്ട് അതുപോലെ BJPയിലേക്ക് വരും. അപ്പോഴും അവർക്ക് ചെയ്യാനുള്ള ചെയ്ത അവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭരണമാറ്റം എന്ന് പറഞ്ഞ് പിന്നെ ഈ കൊടി മാറി ആ കൊടി വന്നതാണ് ഭരണമാറ്റം. അതുകൊണ്ട് ഇവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രൂപ്പിനെ പാർട്ടിക്കകത്ത് കയറ്റരുത്. ഇതാണ് BJPയിലെ പ്രബലമായ ബംഗാളിലെ വികാരം. അതുകൊണ്ട് പെട്ടെന്നൊന്നും BJP ഇവരെ എടുക്കാൻ ധൈര്യപ്പെടുകയില്ല. അവർ പിളരുകയോ അവർ സെപ്പറേറ്റ് പാർട്ടി ഉണ്ടാക്കുകയോ നിയമസഭയ്ക്കുള്ളിൽ BJPയെ പിന്തുണയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ. പക്ഷേ അവരെ BJPയിലേക്ക് എടുക്കുക, BJP-ആയിട്ട് മാറുക, BJP ലയിക്കുക, ആ ഐഡിയ ബംഗാളിൽ അക്സെപ്റ്റബിൾ അല്ല. അതേസമയം ഡൽഹിയിൽ ഇവർക്കൊരു താല്പര്യവുമുണ്ട്, അമിത്ഷായ്ക്കും മോദിക്കും. കാരണം രാജ്യസഭയിലെ സീറ്റുകൾ, ലോക്സഭയിലെ സീറ്റുകൾ, രാജ്യസഭയിലും ലോക്സഭയിലും ഇവർക്ക് 3-2 ഭൂരിപക്ഷമില്ല. ഇപ്പോൾ ഡീലിമിറ്റേഷൻ, ഈ വനിതാ സംവരണം, ഇതെല്ലാം ഫെയിലായി പോകാൻ കാരണം 3-2 ഇവരുടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഡീലിമിറ്റേഷന് 3-2 വേണ്ട. ബട്ട് ഇത് രണ്ടും ക്ലബ് ചെയ്താണല്ലോ അവർ അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു ക്ഷീണം അവർക്കുണ്ട്. ഇപ്പോൾ രാജ്യസഭയിൽ ഈ TMCയും DMKയും ഇവരെ പിന്തുണച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 സീറ്റാണ് 2/3 മെജോറിറ്റിക്ക് കുറവ്. ആ 6 സീറ്റ് എങ്ങനെയെങ്കിലും പേടിപ്പിച്ചോ തല്ലിയോ കുത്തിക്കൊന്നോ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളതാണ് കണക്ക്. ലോക്സഭയിൽ പക്ഷേ ഇത് പോരാ. DMKയും TMCയും ചേർന്ന് BJPയെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചോ അപ്പോഴും BJPക്ക് 3-2 തികയില്ല ലോക്സഭയിൽ. അപ്പോൾ BJP നേതൃത്വത്തിൽ 2 അഭിപ്രായമുണ്ട്. ഇത് ഏതായാലും തികയില്ല, തികഞ്ഞാൽ തന്നെ രാജ്യസഭയിലേ തികയുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കൂടെ എടുത്ത് തലയിൽ വയ്ക്കുന്നത്? ഇപ്പോൾ വരാൻ പോകുന്നത് 27-ൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് UP ആണ് വരാൻ പോകുന്നത്. ആ സമയത്ത് പാർട്ടി ഇതുപോലത്തെ വേണ്ടാതിനത്തിലൊക്കെ ഏർപ്പെടുന്നു എന്ന് വരുന്നത് യോഗിക്കൊരു ക്ഷീണമായിട്ട് മാറും. യോഗി ഒരു സിംഗിൾ പോയിൻ്റ് അജണ്ടയും സംഗതിയും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഷാർപ്പായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി പുറകെ കൂടെ അവനെ കൂട്ടത്തിലെടുത്തു, ഇവനെ വിട്ടു, വേറൊരുത്തനെ എടുത്തു, ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു ഇമ്പ്രഷൻ വരുന്നത് മൊത്തത്തിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് ഉടനെ ഇപ്പോൾ ഒന്നും വേണ്ട, എങ്ങനെയാ വെച്ചാൽ TMCക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സംഭവിച്ചോട്ടെ. DMK സെപ്പറേറ്റ് ബ്ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ബില്ലിനെ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോഴുള്ള രീതിയിലങ്ങ് പൊക്കോട്ടെ എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്.
അല്ല, ഇപ്പോഴത്തെ ഈ കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയമുണ്ടല്ല, അതിൽ താല്പര്യമുള്ള ആൾക്കാരുമുണ്ട്. ഇതൊക്കെ ഈ അവസരം പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലാതെ വരും. അവർ റീഗ്രൂപ്പ് ചെയ്യും, അവർ കൺസോളിഡേറ്റ് ചെയ്യും, പിന്നെ നമ്മൾ വിചാരിച്ചാൽ അവരെ ഇളക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാദിക്കുന്നവർ. അവർക്ക് അവരുടേതായ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യം വേറൊരു രീതിക്കാണല്ലോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ കാണുന്ന ജനാധിപത്യമൊന്നും അല്ല ഇപ്പോൾ. അപ്പോൾ ഇവർ റീഗ്രൂപ്പ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് ഋതബ്രത ബാനർജി വലിയ നേതാവായി മാറുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് എടുക്കണം. ഒരിക്കൽ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവർ വിലപേശം തുടങ്ങും. അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നവർ ഈ രണ്ട് വിഭാഗങ്ങളും ബി ജെ പിയിലുണ്ട്. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയും സ്പീക്കറെയും ഡൽഹിക്ക് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവർ കൊടുക്കാൻ പോകുന്ന ഫീഡ്ബാക്ക് ക്ലിയറാണ്. എൻ്റെ പൊന്നു ചേട്ടാ, ഈ ഇടപെടും വേണ്ട, ഇവരെ ജനങ്ങൾ തള്ളിക്കളഞ്ഞാണ്, അവരെ മേലമാരാണ്, അല്ലെന്നൊന്നും പറയുന്നില്ല. ബട്ട് പൊതുവേ ആ പാർട്ടിയെ ജനങ്ങൾ വെറുത്ത് ഇറക്കി വിട്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ്റെ അതേ സ്ഥിതിയാണ്, അതിലും മോശമായ സ്ഥിതിയാണ് മമതാ ബാനർജിക്ക് ബംഗാളിൽ. ഇറങ്ങി നടക്കാൻ നിർവാഹമില്ല. ഇന്നലെ അവർ ധർണ വിളിച്ചിട്ട് 15 പേര് തികച്ചില്ല. അവർ അംബേദ്കർ പ്രതിമയിൽ മാലയിടാൻ പോയി കേട്ടോ, 3 പേര്. ഞാൻ ഞെട്ടിപ്പോയി ആ വീഡിയോ കണ്ടിട്ട്. മമതാ ബാനർജി എന്ന പ്രതാപശാലിയായ നേതാവ് 3 പേര്. അത് കഴിഞ്ഞ് അവർ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ 7 പേരുണ്ട്. അത് 4 പേര് അവരുടെ സെക്യൂരിറ്റിയാണ്, പോലീസുകാർ. കൂടെ ഉണ്ടായിരുന്ന 2 പേരുണ്ട്, ഇവരുമുണ്ട്. അവർ പോയി മാലയൊക്കെ ഇടുന്നു, പോകുന്നു. ഇത്ര ദയനീയാവസ്ഥയാണ്. ഒന്നുമില്ല, പിണറായി വിജയൻ്റെ അവിടെ ഒരു 500 പേര് കൂടിയില്ല ആ ഇഷ്ടിക വെച്ച് എറിയാനും ഇടിക്കാനും ഒക്കെ. അത്രയും പോലും മമതാ ബാനർജിക്കില്ല. അതാണ് അധികാരം പോലത്തെ സ്ഥിതി. ഈ ഏകാധിപത്യം അടിപിടിയൊക്കെ ആയിട്ട് അധികാരം നിലനിർത്തുമ്പോൾ അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പട്ടി പോലും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. അപ്പോൾ ആ അവസ്ഥയിൽ ബി ജെ പി എന്തിനാണ് അത് ഈ ശവത്തെ തൊട്ട് പെലയേക്കുന്നത്? എന്തിനാണ്? മരിച്ചുപോയ TMC തൊട്ട് പിന്നെ 10 ദിവസം പെലയച്ച് നടക്കണ്ടേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, TMC തുടച്ചു നീക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു അജണ്ട കൂടിയല്ലേ? അല്ല, അതിൻ്റെ ബംഗാളിലൊരു സ്ഥിതി എന്ന് പറയുന്നത്, ബംഗാളിലൊരു പൊളിറ്റിക്കൽ ചേഞ്ചാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവരെ എടുക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ CPM 35 വർഷത്തെ ഭരണത്തിൻ്റെ അവസാന കാലങ്ങളിൽ ഒരു 10 വർഷമെങ്കിലും അത് ഗുണ്ടരാജായി മാറിയിരുന്നു. അതുകൊണ്ടാണ് ബംഗാളിനെ ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പേര് വന്നത്. ആ ഗുണ്ടകളാണ് ബംഗാളിനെ ഭരിക്കുന്നത്. CPM ഭരിക്കുന്ന സമയത്ത് CPM അല്ല ഭരിച്ചിരുന്നത്, ഈ ഗുണ്ടകളായ ആ ഗുണ്ടകൾ അങ്ങനെ തന്നെ തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് ചേക്കേറി. പിന്നെ അതായത് 25 വർഷമായിട്ട് ബംഗാൾ മിക്കവാറും തന്നെ ഈ ഗുണ്ടകളുടെ ഭരണത്തിലാണ്, ഗുണ്ടരാജ. അതിനെതിരെയാണ് ജനങ്ങൾ തിരിഞ്ഞത്. അവരോടുള്ള വെറുപ്പാണ്. ആ വെറുപ്പ് കൊണ്ടാണ് BJP ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നത്. അങ്ങനെ അധികാരത്തിലെത്തിയത് കൃത്യമായിട്ട് ബംഗാളിലെ BJP നേതാക്കൾക്കറിയാം. ഇപ്പോൾ ബംഗാളിലെ BJP നേതാക്കൾ ഒരിക്കലും ഈ ഗുണ്ടകൾ ഇങ്ങോട്ട് കയറാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ കയറി വീണ്ടും ആ പഴയ ഭരണം വേറെ രീതിയിൽ BJPയുടെ ലേബലിൽ നടക്കുന്ന മാത്രമേ ഉള്ളൂ. ബംഗാളിന് മാറ്റം ആവശ്യമാണ്. ബംഗാൾ മാറിയേ പറ്റൂ. അപ്പോൾ ബംഗാൾ മാറണമെങ്കിൽ മൗലികമായ അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള ചേഞ്ചസ് അവിടെ കൊണ്ടുവരണം. അത് അവിടുത്തെ BJP നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എന്തുകൊണ്ട് ഈ സമ്മർദ്ദം എന്ന് ചോദിച്ചാൽ TG നേരത്തെ പറഞ്ഞ തന്നെയാണ് പ്രശ്നം. ലോകസഭയിലും അതേപോലെ തന്നെ രാജ്യസഭയിലും കുറേ അധികം ആളുകൾ കിട്ടാനായിട്ടുള്ള സ്കോപ്പുണ്ട് ഇവർ കൂടെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ, കൂറുമാറാതെ തന്നെ. കാരണം അവരാണുള്ള ഭൂരിപക്ഷങ്ങൾ. അപ്പോൾ അവിടുത്തെ വിമത നേതാവ് അയാളത്ര വലിയ ശക്തനാണെന്ന് എനിക്ക് തോന്നണമെന്നില്ല, അല്ലേ? ഋതബ്രത ബാനർജി അദ്ദേഹം വലിയ ശക്തനല്ലെങ്കിൽ പോലും ഈ MLA-മാരെല്ലാം അയാളുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം മമത തോറ്റുപോയി. കേരളത്തിൽ നിന്നുള്ളൊരു വ്യത്യാസമാണ്. കേരളത്തിൽ പിണറായി വിജയൻ ജയിച്ചു, തമിഴ്നാട്ടിലും ബംഗാളിലും അവിടുത്തെ മുഖ്യമന്ത്രിമാർ തോറ്റുപോയി. അപ്പോൾ ഈ തോറ്റ മുഖ്യമന്ത്രിയും ജയിച്ച മുഖ്യമന്ത്രിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ TG പറഞ്ഞവരെ കുറേ ആളുകൾ കല്ലെറിയാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ കൂടെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയിരുന്നു. കാരണം ബ്രാഞ്ചിലും അതേപോലെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, പിന്നെ ഒരു പോളിറ്റ് ബ്യൂറോ, ഇവിടെയൊക്കെ പിണറായി വിജയനെതിരെ നല്ല ചീത്തയായിരുന്നു.
ആ സമയത്താണ് ED പണി നടത്തിയതിൻ്റെ പേരിലാണ് അത് കുറേ മാഞ്ഞു പോയത്. ശരി. അതെ. പക്ഷേ ബംഗാളിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. മമത തോറ്റുപോയി. അപ്പോൾ ഈ വെറുപ്പ് മുഴുവനും അവരുടെ തലയിൽ ചൊരിയാനായിട്ട് എളുപ്പത്തിൽ കഴിയുന്നു. അതുകൊണ്ടാണ് മാലയിടാൻ 3-4 പേര് മാത്രം അവരുടെ കൂടെ ഉണ്ടാവുന്ന സ്ഥിതി വന്നിരിക്കുന്നത്. അത് മമതയ്ക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ മമത ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡു ഓർ ഡൈ എന്ന അവരുടെ ഒരു പോളിസിയിലേക്കായിരിക്കും വരുന്നത്. അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ കണക്കാക്കാം. അതെ. ഏത്തുപോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ മാത്രം ഇനി തിരിച്ചൊരു അവരെ സംബന്ധിച്ചും സാധ്യമാണ്. എന്തായാലും അവരുടെ കൂടെ നിൽക്കുന്ന MLA-മാരെല്ലാവരും എന്ത് ചെയ്യും എന്നുള്ളത് BJP അതിനകത്തൊരു കളിക്കാരനാണ്, പ്ലെയറാണ്. പക്ഷേ അവരുടെ അവർക്ക് ഈ സിംഗിൾ പോയിൻ്റ് പ്ലേയിങ് നടത്താൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം TG സൂചിപ്പിച്ച് തന്നെയാണ്. കാരണം പശ്ചിമ ബംഗാളിലെ BJP ഇവരെ കൊണ്ടുവരുന്നതിന് അനുകൂലമല്ല. ഡൽഹി BJP അവരെ കൊണ്ടുവരാനായിട്ട് അർദ്ധമനസ്സോട് നിൽക്കുന്നു, മുഴുവൻ മനസ്സുമില്ല. ഇതാണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഈ വളരെയധികം എനർജി അണികളിലേക്ക് പകർന്നു നൽകുന്ന വ്യക്തിയായിരുന്നു ഈ മമതാ ബാനർജി. ഒരു പ്രസംഗത്തിൽ തന്നെയാണെങ്കിലും ഓടി നടന്നിന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഒരു പരാജിതയുടെ അവസ്ഥയിലേക്ക് മമത മാറി എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ശരിക്കും തകർന്നോ അവർ? അല്ല, ഇപ്പോൾ അവർ തകർന്നു നിൽക്കുകയാണ്. പക്ഷേ ഞാൻ ആ സ്ത്രീയെ എഴുതിത്തള്ളാൻ തയ്യാറല്ല. അവർ എന്താ അവരുടെ വീര്യം എന്ന് പറയുന്നത്. ഈ നമ്മുടെ ജയപ്രകാശ് നാരായണൻ്റെ കാറിൻ്റെ ബോണറ്റിൽ കയറി തുള്ളുമ്പോഴാണ് ഞാൻ ഈ സ്ത്രീയെ ശ്രദ്ധിക്കുന്നത്. അന്ന് അവർ കോൺഗ്രസ്സിലാണ്. ജയപ്രകാശ് നാരായണൻ നിതാന്ത പ്രതിപക്ഷമായിരുന്നു. ആ സാധു ആരാണോ ഭരിക്കുന്നത് അവർക്കെതിരെയാണ് ജയപ്രകാശ്. അപ്പോൾ അവിടെ റാലിക്ക് മറ്റപ്പോൾ കോൺഗ്രസ്സുകാർ വളഞ്ഞ ഇവർ ഇദ്ദേഹത്തിൻ്റെ ബോണറ്റിൽ കയറി നിൽക്കുന്ന, അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, ഫോട്ടോയേ വരുള്ളൂ. പക്ഷേ അവർ ആ ബോണറ്റിൽ നിന്ന് തുള്ളി എന്നാണ് റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ടും ഈ CPM ഭരിക്കുമ്പോഴും ഇവരെ മുടിക്ക് പിടിച്ച് വലിച്ചഴച്ചു CPMകാർ. അതിന് കാര്യം എന്താ, ഇവർ ധർണയിരിക്കുന്നു, എണീറ്റ് പോകുന്നില്ല. 24 മണിക്കൂറായി ഇവർ എണീക്കുന്നില്ല ഈ സ്ത്രീ. അവർക്ക് കഷ്ടിച്ച് പഴം വെള്ളം ഒക്കെ അവരുടെ കൂടെയുള്ളവർ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇവരിയ്ക്കുന്നിടത്തിരിക്കുന്നു റോഡിൽ നിറച്ച ആൾക്കാർ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു. പോലീസ് വരുന്നു, ഇവരെണീറ്റ് പോകുന്നില്ല. CPMൻ്റെ ആണെങ്കിൽ ദേഷ്യം പിടിച്ചു വലിക്കുന്നു. ഇതാണ് ഒരുപക്ഷെ അന്ന് എൻ്റെ അസസ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ആരും ഇവരെ പിടിച്ച് വലിച്ചു ഈ വഴി തടഞ്ഞ ഒരു സ്ത്രീ ഇരിക്കുന്നതിന് ഒരു മര്യാദ വേണ്ട. ഇപ്പം ഇത്ര മണിക്കൂർ ഇവരിയ്ക്കുന്ന ഒരു റോഡ് ബ്ലോക്ക് ചെയ്യല്ലേ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള സ്ത്രീയാണ്. ഇത് കഴിഞ്ഞ് NDA BJPയുടെ കൂടെ ഇവർ ഭരിച്ചല്ലോ, വാജ്പേയിയുടെ കൂടെ റെയിൽവേ മിനിസ്റ്ററായിട്ട്. അന്ന് റെയിൽവേ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ പോലും മന്ത്രിയായിരുന്നിട്ട് ആ സീറ്റിൽ എണീറ്റ് നിന്നിട്ട് കടലാസ് വലിച്ചെറിയുക, പ്രതിപക്ഷത്തിൻ്റെ നേർക്ക് ഇതേ കിടക്കുന്നതാണ് അതിൻ്റെ കുന്തം എന്നൊക്കെ പറഞ്ഞ് ഭീകരമായ പെർഫോമൻസ്. എപ്പോഴും ഒരു വയലൻ്റ് ഒരു ദുർഗ ആണ് മമതാ ബാനർജി. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു, ദയനീയമായിട്ട് തോറ്റു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തോറ്റു പോകുന്ന ഒരു സ്ത്രീ അല്ല അവരിപ്പോൾ കുറേ ദിവസത്തേക്ക് ക്ഷീണം നിൽക്കും, 6 മാസം 1 കൊല്ലം. അത് പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ ഏത് സർക്കാരിനും വീഴ്ചകൾ പറ്റുമല്ലോ. പിന്നെ എവിടെയെങ്കിലും വെച്ച് സുവേന്ദുവിൻ്റെ കാലം ഇടറും. ഇടറിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പറ്റാത്ത രീതിയിൽ പൂട്ടാനുള്ള ശക്തി ഈ സ്ത്രീക്കുണ്ട്. ഒരിക്കലൊന്നും വീണാൽ മതി, പിന്നെ അവൻ എണീക്കില്ല. അപ്പോഴത്തേക്ക് അവർ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ ബോണറ്റിൽ കയറി അവർ നൃത്തം ചെയ്യും. ആ ജാതി സ്ത്രീയാണ്. കാത്തിരിക്കുക എന്ത് സംഭവിക്കുന്നുള്ളത്.